100 ഏക്കർ തരിശുപാടത്ത് 100 മേനി വിളയിച്ച് കർഷകൻ. കോഴിക്കോട് വേളം പഞ്ചായത്തിലെ ചേരാപുരം നാരായണിനട പാടശേഖരത്തിലെ നെൽകൃഷി പൊൻകതിരണിഞ്ഞു. കൊയ്ത്തുത്സവം നാടിന്റെ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് കർഷക കൂട്ടായ്മ. വർഷങ്ങളായി തരിശായി കിടന്ന പാടശേഖരം കതിരണിയാൻ കർഷകർ മുന്നോട്ട് വന്നപ്പോൾ പിന്തുണയുമായി ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തയ്യാറായി. 100 മേനി വിളവെടുപ്പിന് ഒരുങ്ങി നിൽക്കുകയാണ് വേളം പഞ്ചായത്തിലെ ചേരാപുരം നാരായണിനട പാടശേഖരത്തിലെ 100 ഏക്കർ തരിശുപാടം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കതിരണി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ വകയിരുത്തി തടയണ നിർമ്മാണവും തോട് നവീകരണവും നടത്തി. കർഷകരുടെ കഠിനാധ്വാനവും വിവിധ വകുപ്പുകളുടെ ഏകോപനവും ജനപ്രതിനിധികളുടെ ഇടപെടലും നിർണായകമായി. 10-20 വർഷമായിട്ട് തരിശായി കിടക്കുന്ന ഒരു പാടശേഖരമാണ് ഇത്. പക്ഷേ നമ്മൾ പ്രതീക്ഷയിലേക്കാട്ടും നന്നായിട്ട് നമുക്ക് ഈ വിളവ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. നല്ല രീതിയിലേക്കുള്ള നല്ല അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു പാടശേഖരം നമുക്ക് കൃഷിയോഗ്യമാക്കാൻ സാധിച്ചത്. ഇവിടുത്തെ കർഷകരായാലും നമ്മളെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരായാലും മറ്റ് തദ്ദേശ വകുപ്പ് ടീമുകളെ എല്ലാവരും നല്ല സഹകരണം നമ്മുടെ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. കതിരണിഞ്ഞ നാരായണിനട പാടശേഖരം സന്ദർശിക്കാനും കർഷകരുടെ ആഹ്ലാദത്തിൽ പങ്കുചേരാനുമായി KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA പാടശേഖരത്തെത്തി. മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഈ പാടശേഖരത്തിലും സമീപത്തുമുള്ള കൃഷിക്കാർ മുഴുവനും സജീവമായി അടുത്ത സീസണിൽ രംഗത്ത് വന്ന് ഈ മേഖല മുഴുവനും പഴയതുപോലെ പണ്ടുകാലത്ത് 10-25 വർഷം മുമ്പേ ഉള്ള അവസ്ഥയിലേക്ക് നമുക്ക് തിരികെ കൊണ്ടുപോകാൻ കഴിയണം. ഏപ്രിൽ 11 കൊയ്ത്തുത്സവം നടത്തി നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. കൈരളി ന്യൂസ്, കോഴിക്കോട്.